ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു റൂം, ഒരു 12x12 റൂം ടൈലിടാൻ പോവുകയാണ്. അപ്പോൾ ടൈലിടുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര രൂപ ചിലവായി, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി പറയുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങളല്ല ടൈലിൻ്റെ വർക്ക് ചെയ്യുന്നത്, കാരണം ഞാൻ ടൈലിൻ്റെ വർക്ക് ചെയ്യാൻ പോകത്തില്ല. കാരണം നമ്മൾ വീടിൻ്റെ വർക്ക്, ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുള്ളൂ. ഈ ടൈലിൻ്റെ വർക്കൊക്കെ സാധാരണ ഞങ്ങൾ വെളിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈലിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ടൈലിൻ്റെ പണിക്കാരെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ആർക്കും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ പുറത്ത് പോയി ചെയ്യത്തില്ല, കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതേപോലെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ടൈലിൻ്റെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് 12x12 റൂമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇവിടെ റൂം കംപ്ലീറ്റ് വാട്ടറിന് മട്ടം കുറിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ടൈലിടുമ്പം നമ്മൾ മട്ടം കുറിച്ചിട്ടാണ് ടൈലിടുന്നത്. അതിപ്പം പറയേണ്ട ആവശ്യമില്ല. ഈ ടൈൽ പണിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കറിയാം, സാധാരണ നമ്മൾ വാട്ടർ ലെവലിന് മട്ടം കറക്റ്റ് 4 മൂലയും ഒരേ മട്ടം പിടിച്ചിട്ടാണ് നമ്മൾ ടൈലിടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചിലവാകുന്ന പൈസ, അതായത് നമുക്ക് ഒരു 12x12 റൂം നമുക്ക് എത്ര രൂപ മൊത്തത്തിലായി. അപ്പോൾ ടോട്ടൽ ഇവിടെ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 13,625 രൂപയാണ്. നമുക്ക് മെറ്റീരിയലും പണിക്കൂലിയും ഉൾപ്പെടെ നമുക്കിവിടെ ആയിട്ടുള്ളത് 13,625 രൂപ. ചിലപ്പം നമുക്ക് ഇത് 12x12 144 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പം ചില ആൾക്കാർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശകലം കൂടും, കാരണം നമ്മൾ ഇടുന്ന സിമൻറ്റിൻ്റെയും ചാന്തിൻ്റെയും കനം അനുസരിച്ചിരിക്കും നമുക്ക് റേറ്റ് മാറുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും കറക്റ്റ് ഒരു റേറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു റേറ്റാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ മാക്സിമം ഞങ്ങളിവിടെ ചാന്ത് കനം എന്ന് പറയുന്നത് ഒരു 3/4 ഇഞ്ച് കനമുണ്ട്. കാരണം കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിച്ച് 3/4 ഇഞ്ച്, ചില സ്ഥലത്ത് 1 ഇഞ്ച് കനമാണ്. കാരണം ഈ ഫ്ലോർ ചെറിയൊരു സ്ലോപ്പുണ്ട്. അപ്പോൾ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് 1 ഇഞ്ച് കനത്തിലാണ് ചില സ്ഥലങ്ങളിൽ ചാന്ത് കനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ടൈലായതെന്ന് വെച്ചാൽ 4x2 ടൈലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ല ടൈലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ടൈലിൻ്റെ മൊത്തം 144 സ്ക്വയർ ഫീറ്റാണ് നമുക്കിവിടെ ഈ ഫ്ലോർ വന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് 44 രൂപയാണ് ഈ ടൈലിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ 2x2 ടൈൽ ഇടുന്നേക്കാളും നല്ലതാണ് ഈ 4x2 ഇത്ര വലിയ ടൈൽ ഇടുന്നത്. കാരണം നമുക്ക് പണി വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ 4x2 ടൈലാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ടോട്ടൽ സിമൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 പാക്കറ്റ് സിമൻറ്റ്, പിന്നെ ഒരു 1/2 പാക്കറ്റ് സിമൻറ്റ് ഇവിടെ ഇരുന്നത്, അങ്ങനെ 3.5 പാക്കറ്റ് സിമൻറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഇത്രയും ഫ്ലോർ നമ്മൾ ടൈലിട്ട് ഗ്രൗട്ട് വെച്ച് ടൈലിട്ട് കംപ്ലീറ്റും തീർന്നപ്പം 3.5 പാക്കറ്റ് സിമൻറ്റ്. മണൽ കറക്റ്റ് സാൻഡ്, അതായത് നല്ല പരിക്കലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 35 കുട്ട മണൽ നമുക്കിവിടെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പണിക്കൂലി, ഞാൻ ഓരോന്നിൻ്റെ റേറ്റ്, മണലിൻ്റെ റേറ്റ് അറിയാം. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഇറക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടയ്ക്ക് 90 രൂപയാണ് മണ്ണിൻ്റെ വില. അപ്പോൾ നമ്മൾ ചില സൈറ്റിൽ പോകുമ്പോൾ ഈ ചില്ലറ സ്ഥലങ്ങൾ, ചില സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 85 രൂപയ്ക്ക് കിട്ടും, ചിലപ്പോൾ 90 രൂപയായിരിക്കും, ചിലപ്പോൾ 80 രൂപയായിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിലും പല റേറ്റായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കൊട്ടയ്ക്ക് 90 രൂപയാണ്. പിന്നെ അതിൻ്റെ വണ്ടിക്കൂലി നമുക്ക് ചാർജ് ആയത് 500 രൂപ വണ്ടിക്കൂലിക്കായിട്ടുണ്ട്. വെറും 35 കുട്ട മണലാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ വണ്ടിക്കൂലി 50 രൂപ. അത് 35 കുട്ടല്ല, നമ്മളിപ്പോൾ ഒരു 10 കുട്ട മണലെടുത്താലും വണ്ടിക്കൂലി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് എക്സ്ട്രാ ആണ് ആയിട്ടുള്ളത്. പിന്നെ സിമൻറ്റ് റേറ്റ് നിങ്ങൾക്കറിയായിരിക്കും, 380 രൂപയാണ് സിമൻറ്റിൻ്റെ വില വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ പണിക്കൂലി. അപ്പോൾ ഞാൻ ഇത് ഓരോന്നിൻ്റെയും കണക്ക് എടുത്തെടുത്ത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത്രയും എമൗണ്ട് ആവുമോ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങളിവിടെ സിമൻറ്റ് കംപ്ലീറ്റ് ഇട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് ആവുമെന്ന് ചോദിക്കാൻ ഞങ്ങളിത് ചെയ്ത്, അതായത് ഒരു ഉദ്ദേശം വെച്ച് പറയുന്നതല്ല, ഞങ്ങളിവിടെ ചെയ്യുന്നതിൻ്റെ റേറ്റ് അനുസരിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈലിടുമ്പോൾ സാധനം എല്ലാവരും ചെയ്യും പോലെയാണ് ഞങ്ങൾ മാക്സിമം വേസ്റ്റ് വരാത്ത രീതിയിലാണ് നമ്മൾ ടൈലിടുന്നത്. കാരണം നമ്മൾ ഈ കട്ടിങ് പീസൊക്കെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു സൈഡിലോട്ടാണ് ആക്കുന്നത്. കാരണം ഫ്രണ്ട് കാണുന്ന പോർഷൻ ഫുൾ ടൈലിട്ടിട്ട് ഈ കട്ടിങ് പീസ് ഒരു സൈഡിലോട്ട് ഒതുക്കിയിടും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് 2 സൈഡിൽ ഓരോ ടൈൽ വെച്ച് ടേപ്പിന് അളവെടുത്ത് നൂലൊക്കെ ഒന്ന് പിടിച്ച് നോക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഇത് സ്ഥിരം ചെയ്യുന്ന വർക്ക് അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷേ ഞാൻ മാക്സിമം അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുന്നത്. കാരണം നമ്മൾ സ്ഥിരം ചെയ്യുന്ന വർക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്പീഡിന് അങ്ങ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം ചെയ്യാത്ത വർക്കായതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറവാണ്. പിന്നെ നമ്മൾ ഈ സാധാരണ ടൈൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ലോഡ്, അതായത് ഒരു ഇഷ്ടിക, ഹോളോ ബ്രിക്സ്, ഇതൊക്കെ വെച്ച് വെയിറ്റ് പിടിക്കും. വെയിറ്റ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് കറക്റ്റ് 4 മൂലയും കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വെയിറ്റ് വയ്ക്കും. പക്ഷേ ഞാനിവിടെ ഈ സ്പേസർ പോലത്തെ, അതായത് ഈ 2 ടൈല് തമ്മിൽ ഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിൽ നിന്ന്, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു സ്പേസർ പോലത്തെ സാധനം മേടിച്ചായിരുന്നു. അത് ടൈലിൻ്റെ 2 ടൈല് വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് അത് സ്പാൻഡർ വെച്ച് കറക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതാണ് സാധനം, കറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേളിൽ പിന്നെ ഈ ലോഡ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിട്ട് തീർന്നതിന് ശേഷം ഒരു ചെറിയ ടൈലിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഹോളോ ബ്രിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും. അതായത് ലോഡ് വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സൈഡ് കട്ടിങ് ചിലപ്പോൾ അന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മുഖ്യ സൈറ്റിലും കട്ടിങ് പിറ്റേ ദിവസമായിരിക്കും ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ടൈലിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി കയറി ചവിട്ടി നടക്കാനോ അങ്ങനെ ഒന്നിനും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സാധനം വളരെ ഉപകാരമാണ് കേട്ടോ. ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിൽ നടന്ന് നമുക്ക് സൈഡിലെ കട്ടിങ് എല്ലാം വെക്കാൻ പറ്റും. കാരണം ടൈല് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. നമ്മളൊരു ചെറിയൊരു പീസ് ടൈലെടുത്ത് ഒന്ന് ജോയിൻറ്റിലൊന്ന് ഉരച്ച് നോക്കിയാൽ അറിയാം എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന്. തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം എടുത്ത് ഒന്നും കൂടി, ഇതിൽ തന്നെ സ്പേസറുണ്ട്. അപ്പം നമുക്ക് സെപ്പറേറ്റ് സ്പേസർ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് സ്പേസർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലയൻറ്റിനോട് പറയുമ്പോൾ ക്ലയൻറ്റ് ആദ്യം സ്പേസർ വെക്കണമെന്ന് പറയും, പിന്നെ പറഞ്ഞ് സ്പേസർ വെക്കേണ്ടതെന്ന് പറയും. അപ്പോൾ സ്പേസർ വെക്കാതെ നമ്മൾ ഒരിക്കലും ഈ ഫ്ലോറിലെ ടൈലൊന്ന് ഇങ്ങനെ ചേർത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ടൈല് തമ്മിൽ ഇറുവുമ്പോൾ ടൈല് പൊട്ടും. അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ടൈല് കൊണ്ട് പൊട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ സ്പേസർ ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു മോഡൽ ടൈലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ വർക്ക് എളുപ്പമാണ് കേട്ടോ. കാരണം ഈ ഒരു സാധനം വെച്ച് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, 4 ഇപ്പം ഞാൻ ഈ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ടൈല് ശകലം പൊങ്ങാനോ താരാനോ ഉണ്ടെങ്കിൽ ഈ സ്പാൻഡർ വെച്ച് ഇത് തന്നെ അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്താൽ ടൈല് കറക്റ്റ് ലെവലായിരിക്കും, ഒരു പ്രശ്നവും വരത്തില്ല, കറക്റ്റ് ലെവലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു വീട് ഒരു 10ക്ക് 10 അല്ലെങ്കിൽ 12ക്ക് 12ൻ്റെ ഒരു റൂമൊക്കെ ടൈലിടുമ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് കാൽക്കുലേഷൻ ചെയ്യാം. നമുക്ക് ഒരു എസ്റ്റിമേറ്റ്, അതായത് ഒരു ഉദ്ദേശം നമുക്ക് എത്ര രൂപയാകുമെന്ന് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് എമൗണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പോലും കൂട്ടിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കാം വരുന്നത്, ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷേ നമ്മളിവിടെ ഏകദേശം 3/4 ഇഞ്ച് കണക്കിന് ചാന്തുവന ഇട്ടപ്പോൾ നമുക്കിവിടെ ആയിട്ടുള്ള എമൗണ്ടാണ് 13,625 രൂപ. അത് വിത്ത് നമ്മളെ വർക്ക്, അതായത് ഒരു ലേബറും ഒരു മേസ്തിരി, 2 പണിക്കാരും ബാക്കി മെറ്റീരിയലും എല്ലാം കൂടി ചേർത്തിട്ടുള്ള റേറ്റാണ് ഈ പറഞ്ഞത്. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഫ്ലിപ്കാർട്ടിൽ ആവശ്യം പോലെ സാധനമുണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. അത് ഇത് ഏകദേശം ഞാൻ ഒരു 600 പീസോളം വാങ്ങിച്ചു. 600 പീസ് വാങ്ങിച്ചപ്പം എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു, 900 രൂപ അടുപ്പിച്ച് എനിക്കായി. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ആവശ്യത്തിനാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്കിത് ഇങ്ങനത്തെ ഒരുപാട് ഉപയോഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ചവിട്ടിയാണ് ഞാൻ ടൈലിൻ്റെ അതിൻ്റെ സൈഡ് കട്ടിങ് ഒട്ടിക്കുന്നത്. കാരണം 10 സെൻറ്റിമീറ്റർ ഹൈറ്റിനാണ് നമ്മൾ കട്ടിങ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് വന്നിട്ടില്ല, ടൈലിന് വേസ്റ്റ് വന്നിട്ടില്ല. കാരണം നമ്മൾ ഒരു സ്റ്റെവറിൻ്റെ സൈഡിൽ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് സാധനം എടുത്താണ് നമ്മൾ കട്ട് ചെയ്ത് ഈ സ്റ്റെവറിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ടൈല് പോലും വേസ്റ്റ് വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് റൂം കംപ്ലീറ്റും, അതായത് ഫ്ലോറും ഇട്ട് അതിൻ്റെ സൈഡിലെ കട്ടിങ്ങും ചെയ്ത് നമുക്ക് തീർത്തിറങ്ങാൻ പറ്റും. അത് 100% ഉറപ്പാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാത്ത പണിയായതുകൊണ്ടാണ് ഈ ഇത്രയും. സ്ഥിരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് മുമ്പേ ഇത് കംപ്ലീറ്റ് തീർക്കാം. അതായത് ഇതിപ്പോൾ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് കംപ്ലീറ്റും കട്ടിങ് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു റൂമിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 13,625 രൂപ ടോട്ടൽ ചിലവ് ഞങ്ങൾ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.